അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിരുന്ന ചെയർ എന്ന് പറയുന്നത് ഒരു സാധാ ചെയറാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഒരു ചെയർ. ഒരു നോർമൽ ഒരു കറുത്ത ചെയർ, ഒരു സാധാ നമുക്ക് കറങ്ങാൻ പറ്റും ആ ചെയറിൽ. പക്ഷേ കുഴപ്പമില്ല. ഞാൻ മയൂരി എന്ന് പറയുന്നൊരു കടയില്ലേ, അവിടുന്ന് മേടിച്ചാണ്. ഒരു 3500 രൂപ സംതിങ്, ഏകദേശം ഒരു 4 വർഷം, 2020-21 ആ സമയത്ത് മേടിച്ചാണ്. ഒരു 4 വർഷമായിട്ടുണ്ട് ഈ ഒരു ചെയർ മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി എനിക്ക് ഈ ചെയറിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ബാക്ക് സപ്പോർട്ടൊന്നും ഈ ചെയറിലില്ല, നമുക്ക് അത്ര ലെവലിൽ പോകാൻ പറ്റത്തില്ല. ബാക്കിലൊരു തലോണി അല്ലെങ്കിൽ പില്ലോ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, എനിക്ക് ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറേ നാളോട് വിചാരിച്ചു ഒരു ചെയർ അപ്ഡേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചെയർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല. ഇത് ഞാൻ എന്തുകൊണ്ട് സൊമാറ്റോ ചാറ്ററിലേക്ക് ഇടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൊമാറ്റോ ഓടുന്നവർക്ക് വളരെ അത്യാവശ്യമാണ് ഒരു നല്ലൊരു ബാക്ക് സപ്പോർട്ടുള്ള ഒരു നല്ലൊരു ഗെയിമിംഗ് ചെയർ. കാരണം നമ്മൾ ഫുൾ ടൈം ബൈക്കിൽ ഇങ്ങനെ ഇരുന്നിരുന്നല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല ബാക്ക് പെയിൻ വരും. അപ്പോൾ വീട്ടിൽ വന്ന് എപ്പോഴും നമുക്ക് കിടക്കാൻ പറ്റത്തില്ലല്ലോ, കുറച്ച് സമയമെങ്കിലും ഇരിക്കണ്ടേ. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം റിലാക്സ് ആയിട്ട് കൂളായിട്ട് ഇരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഈ ഒരു വീഡിയോ ഇടുന്നത്. എന്തായാലും ചെയർ പൊളിക്കാം. പിന്നെ ചെയർ അൺബോക്സ് ചെയ്യുന്ന മാത്രമേ കാണിക്കാൻ പറ്റൂ, ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ യൂട്യൂബിൽ തന്നെ നോക്കി പഠിക്കേണ്ടി വരും. കാരണം ഫിറ്റ് ചെയ്യുന്ന അത്യാവശ്യം അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. എപ്പോൾ ഫിറ്റ് ചെയ്ത് തീരുമെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. നോക്കട്ടെ, എന്തായാലും ഞാൻ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ പഴയ ചെയർ. നിങ്ങളിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. കാരണം നല്ല രീതിയിൽ ഈ ഒരു ചെയർ പഴവിയിട്ടുണ്ട്. പഴയ ഒരു ചെയർ കുറച്ച് നാളായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റണം എന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. അതുകൊണ്ടപ്പോൾ നമുക്ക് എന്തായാലും പുതിയ ചെയർ അൺബോക്സിങ്ങിലോട്ട് പോകാം. ഇതാണ് എനിക്ക് കിട്ടിയ പെട്ടി. ഒരു 22-23 കിലോ ഉണ്ട്. 19 കിലോ ആണ് അവരുടെ കറക്റ്റ് ഇതും. പിന്നെ ചെയറിൻ്റെ ആ ഒരു അക്സസറീസിൻ്റെ വെയിറ്റ് ഒരു 19 കിലോ വരും. പക്ഷേ 22 കിലോ അതിൻ്റെ മൊത്തം ഈ കാർബോർഡും തെർമോക്കോളും എല്ലാം ചേർത്ത് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഡ്രോവോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അറ്റൻഷൻ റീഡ് ദ മാനുവൽ പ്രയർ അസംബ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ വായിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്തായാലും ഇത് പൊളിക്കാം. ഇതിനകത്ത് എത്ര പീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ചെയർ നമുക്കിങ്ങനെ മലർത്തി കിടത്തണം, എന്നിട്ട് ഇവിടെയാണ് തുറക്കാനുള്ളത്. അപ്പോൾ നമുക്കത് കീറാം. ചെയറിൻ്റെ ഇൻസൈഡ് ഇത്രയാണ് കിട്ടുന്നത്. മൊത്തത്തിലൊരു വലിയൊരു തെർമോക്കോൾ പൗച്ച് വെച്ച് മൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുറന്നു നോക്കാം. ഇൻസൈഡ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ വാറണ്ടിയും പിന്നെ ഏറ്റവും അടിയിൽ വയ്ക്കുന്ന വീലുമാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഏറ്റവും തറയിൽ വെക്കുന്ന ആ വീൽ ഭാഗമാണ് കിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ റിമൂവ് ചെയ്യാം. ആഹാ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ബേസിന് നല്ല വെയിറ്റ് ഉണ്ട്. ബേസ് മാറ്റുന്നു. ഈ കാർഡാണിത്. ലുക്കിംഗ് ഫോർ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വാറണ്ടി കാർഡാണിത്. മാറ്റിയപ്പോൾ ഇന്ന് ആ ഒരു ബാക്ക് റെസ്റ്റ് ആണ്. അതായത് ചെയറിന്റെ മെയിൻ ആയിട്ടുള്ള ബാക്ക് ഹോൾഡ് ചെയ്യുന്ന ബാക്ക് റെസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അതെടുക്കാം. അയ്യോ, അതിന് തന്നെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ബാക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നിട്ടാ. മാറ്റി. വീണ്ടും ഒരു തെർമോക്കോളിൻ്റെ പൗച്ച്. അറ്റ്ലാസ് പില്ലോ കിട്ടിയിട്ടുണ്ട്. സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള അക്സസറീസ്, ബോക്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെയാണ് ഈ ഒരു ചെയറിനകത്തുള്ളതെന്ന്. ഇതുവരെ എടുത്തത് ഏറ്റവും അടിയിൽ വീല് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ബേസ്, പിന്നെ നക്ക് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ബാക്ക് റെസ്റ്റ്, പിന്നെ സീറ്റ്, പില്ലോ, 2 പില്ലോസ് ഉണ്ട്. പിന്നെ കുറേ ഡപ്പികളിൽ കുറേ ചെറിയ അക്സസറീസ്. ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പില്ലോ നല്ല സ്മൂത്താണ്. പില്ലോ നല്ല സോഫ്റ്റ് പില്ലോ ആയിട്ടുള്ളത്. അപ്പോൾ പില്ലോ നമ്മൾ മാറ്റി. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ആ ഫുൾ ബോക്സ് സീറ്റ് എടുത്തോടുകൂടി മറിഞ്ഞു. ഇതാണ് സീറ്റ് വരുന്നത്. സീറ്റിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. സീറ്റ് മാറ്റാം. സീറ്റ് മാറ്റിയപ്പോൾ തന്നെ താഴെ കൊണ്ട് ചരിഞ്ഞു. പിന്നെ വരുന്നത് ഒരു പില്ലോ, ഒരു സെക്കൻഡ് പില്ലോ. ഇത് എനിക്ക് തോന്നുന്നു ബാക്ക്, അതായത് ഏറ്റവും ടോപ്പ് ഹെഡിൻ്റെ അവിടെ വയ്ക്കുന്ന പില്ലോ ആണെന്ന് തോന്നുന്നു. അത് തന്നെ ഹെഡിൻ്റെ അവിടെ വയ്ക്കുന്ന പില്ലോ. അപ്പോൾ അത് നമ്മൾ മാറ്റി. ഇനിയാണ് ചടങ്ങുകളുള്ളത്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഇതെവിടെ ഫിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോസൊക്കെ കുത്തിയിരുന്ന് കണ്ടിട്ട് വേണം ഇതൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട്. ഇതെന്താണെന്ന് മനസ്സിലായി. ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഹാൻഡ് റെസ്റ്റ് ചെയ്യുന്ന ഇതാണ്. ഹാൻഡ് റെസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. കൈ ഇങ്ങനെ വയ്ക്കത്തില്ലേ, അതാണ്. അപ്പോൾ നേരത്തെ എടുത്തത് അത് തന്നെയാണ്.
ഇതിനകത്താണ് ബാക്കി നെറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് വീലാണെന്ന് തോന്നുന്നു. ഫുള്ള് കവർ ചെയ്താൽ വന്നിട്ടുള്ളത്. കീറി നോക്കാം. ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് വീല് ഫിറ്റ് ചെയ്യാനുള്ള നട്ടും ബോൾട്ടും കാര്യങ്ങളും വീലും ഒക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാം ഇനി പൊളിച്ച് പണിയാനുണ്ട്. എന്തായാലും ഇതും പൊളിച്ച് നോക്കാം. ഇതും വേറെ എന്തൊക്കെയോ കറുത്ത കുറേ സംഭവങ്ങളാണ്. വെയിറ്റ് ഉണ്ട്. ഒന്ന് രണ്ടെണ്ണത്തിന് വെയിറ്റ് കുറവും, ബാക്കി അടിയിലുള്ള ഇതിനൊക്കെ വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇതെല്ലാം ഇനി പൊളിച്ച് വറക്കിയിട്ട് വേണം എടുക്കാൻ. എന്തായാലും റീഡിങ് മെനുവിലോ ബുക്കോ ഒന്നും ഞാൻ കണ്ടില്ല. ഇതിൻ്റെ അകത്ത് കാണാനുള്ള ചാൻസ് ഉണ്ട്, ഏതിൻ്റെയെങ്കിലുമൊക്കെ അകത്ത്. എന്തായാലും ഇതൊക്കെ ഒന്ന് ഇളക്കി പൊളിച്ച് ഇത് എത്ര സമയം എടുത്ത് ഫിറ്റ് ചെയ്യുമോ, ഇതെന്നെ കൊണ്ട് പറ്റുമോ ഇല്ല എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഫിക്സ് ചെയ്തു. ഇവിടെ ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ ചെയറും ഓരോ ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഓരോ മോഡലാണ് അവർ തന്നിട്ടുള്ളത്. ഇപ്പോൾ യൂട്യൂബിൽ കിടക്കുന്ന പല വീഡിയോസിലും ഈ ഒരു ഇത് മാനുവലായിട്ടാണ് യൂട്യൂബിൽ കിടക്കുന്നത് വന്നിട്ടുള്ളത്. അതായത് ഞാനിപ്പോൾ കൈ തൊട്ട് കാണിക്കാം. ഈ ഒരു പാർട്ട് മാനുവലി പ്ലേസ് ചെയ്യണം. പക്ഷേ എൻ്റെ ചെയറിൽ ഇവരിത് ഇൻബിൽഡായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയറിൻ്റെ അടിയിൽ തന്നെ ഫ്രണ്ട് എന്ന് പറഞ്ഞതോ എഴുതിയിരിക്കും. ആ ഫ്രണ്ട് എന്ന് പറയുന്നത് ആ ഫ്രണ്ട് നോക്കിയിട്ട് വേണം ഈ ഒരു മെയിൻ ഇത് പ്ലേസ് ചെയ്യാനായിട്ട്. അതായത് ഇതാണ് മെയിനായിട്ട് വരുന്നത്. ഈ ഒരു ചെയറിൻ്റെ അടിയിൽ വയ്ക്കുമ്പോൾ പ്രഷർ കൊടുത്ത് അടിയിൽ വീല് താങ്ങി നിർത്തുന്ന ഈ ഒരു മെയിൻ പാർട്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഹാൻഡ് റെസ്റ്റാണ്. ഹാൻഡ് റെസ്റ്റും ഈ ഒരു മെയിൻ പാർട്ടും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ചെയറിൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങളെല്ലാം തീർന്നു. ഇനി ചെയറിൻ്റെ സൈഡിൽ 2 ഹോള് വച്ച് നോക്കിയിട്ട് ചെയ്യാം. വീലെടുത്ത് ഘടിപ്പിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. വീലെല്ലാം എടുത്ത് ഏറ്റവും അണ്ടറിലുള്ള അതിലേക്ക് ഘടിപ്പിച്ചാൽ മതി. ഞാനങ്ങനെ അത് സെറ്റ് ചെയ്ത് വച്ചായിരുന്നു. അപ്പോൾ ഇതാണ് ആ വീലിൻ്റെ 5 കാലും എടുത്ത് ഘടിപ്പിച്ചാൽ മതി. വീല് ഘടിപ്പിച്ചതിന് ശേഷം ഈ ഒരു ഇത് ഇതിനകത്തോട്ട് വയ്ക്കാം. ഇതും വച്ച് ഇതേപോലെ ഒരു ചെറിയൊരു ഇതാണ് കിട്ടുന്നത്. ഇത് ചെറിയൊരു കമ്പ് പോലെ ഇരിക്കും. ഇതിനെ എടുത്ത് ജസ്റ്റ് അതിലേക്ക് അങ്ങ് ഘടിപ്പിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടെ അങ്ങനെ ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് താത്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് താത്ത് വയ്ക്കുമ്പോഴത്തേക്കും അതങ്ങ് ഓക്കെ ആവും. ഇനി അതിലേക്ക് മെയിൻ പാർട്ട് ഫിക്സ് ചെയ്യണം. ആ ഒരു ബാക്ക് പാർട്ട് എടുത്തങ്ങ് ഫിക്സ് ചെയ്തു. ഇത്രയുള്ളത് ഫിക്സ് ചെയ്യാനായിട്ട്. ഇനി ബാക്കി പണികളുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ പതുക്കെ എടുത്തങ്ങ് ഫിക്സ് ചെയ്യണം. ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞാൽ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇരുന്നാലും പൊക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നോർമൽ ഹൈഡ്രോളിക് ഗ്യാസ് ചെയറിലുള്ള പോലെ തന്നെയാണ് ഇതും വരുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഫിക്സ് ചെയ്തു. ഇനി ബാക്കി എല്ലാ പാർട്ടും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കാം. ചെയർ ഇവിടെ കറക്റ്റായിട്ടുണ്ട്. ചെയർ എങ്ങനെ ഫിറ്റ് ചെയ്തെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ ഒരു വിധമൊക്കെയാണ് ഫിറ്റ് ചെയ്ത് വെച്ചത്. ഈ ഒരു ചെയറിൻ്റെ ഫിറ്റിംഗ് വീഡിയോ ഒന്നും യൂട്യൂബിലൊന്നും ഞാൻ കണ്ടില്ല. ഇവരുടെ പഴയ മോഡലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു മെയിൻ മോഡലിൻ്റെ ഫിറ്റിംഗ് ഒന്നും കണ്ടിട്ടില്ല. ഇത്തിരി പാടുപെട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ യൂസർ മാനുവലൊക്കെ വായിച്ച് നോക്കി മൊത്തം ഭ്രാന്തായി. ഒടുക്കം ഏകദേശം ഒരു 1.5 മണിക്കൂർ, ഇപ്പോൾ രാത്രി 12:30 മണിയായിപ്പോൾ ഈ സമയത്താണ് ഞാനിത് ഫുള്ള് ഫിറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല രസമുണ്ട്. ഞാൻ കയറി ഇരുന്ന് നോക്കി. നല്ല അടിപൊളി കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എനിക്ക് റിക്ലൈനറും കാര്യങ്ങളും ഉള്ള മോഡലാണ് ഞാൻ മേടിച്ചത്. റിക്ലൈനർ ഇല്ലാത്ത ചെയറാണെങ്കിൽ ഈ ഒരു ഏറ്റവും താഴത്തെ റിക്ലൈനർ കാണത്തില്ല. പക്ഷെ എനിക്ക് റിക്ലൈനർ ഉണ്ട്. പിന്നെ 2 ഈ പറയുന്ന സപ്പോർട്ട്, അതായത് ബാക്കിനും കഴുത്തിൻ്റെ അവിടെയും നമുക്ക് 2 സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് പഴയ മോഡൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിളാണ്. പഴയ മോഡലിൽ ഉണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കറക്കിയൊക്കെ വരണമാണ്. സിംഗിൾ ഇതാണ് പറഞ്ഞത്. ഇതിൽ ഡബിളാണ് വരുന്നത്. പിന്നെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാനിതിൽ പണിപ്പെട്ടെന്ന് പറഞ്ഞത് ഈ ഒരു സംഭവമൊക്കെ ഫിക്സ് ചെയ്യാനാണ്. ഈ ഒരു മെയിൻ ലിവർ തന്നെ ഞാൻ ഈ ലിവറിനെ എടുത്ത് ഇവിടെ ഫിക്സ് ചെയ്ത്, ഈ ലിവറിനെ എടുത്ത് അവിടെ ഫിക്സ് ചെയ്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഊരി ടോട്ടലി ഭ്രാന്തായി എനിക്ക്. ഏകദേശം ഒരുപാട് വീഡിയോസ് കണ്ടതിലെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഈ 2 ലിവറും കൂടെ ഫിക്സ് ചെയ്താണ് അവർക്ക് ഈ മെയിൻ ബോഡിയിലൂടെ വന്നത്. ബാക്കിയുള്ളതെല്ലാം അവർക്ക് ലൂസാക്കി വന്നിരുന്നു, അതായത് ഔട്ട് വന്നിരുന്നു, അതായത് മൊത്തം അസംബിൾ ചെയ്യാൻ കണക്കാക്കി വന്നിരുന്നു. എനിക്കെന്ന് പറയുമ്പോൾ ഈ റിക്ലൈനർ ഇതിൽ ഫിക്സ് ആയിട്ട് വന്നു. സാധാരണ ആൾക്കാർക്ക് റിക്ലൈനർ ഫിക്സ് ആയിട്ട് വരത്തില്ല. റിക്ലൈനർ അവർ ഊരിയിട്ടിട്ട് ഈ ഒരു 2 ലിവറും കൂടെ അവർ ഫിക്സ് ചെയ്ത് വരും. എനിക്ക് ലിവർ അവർ ഊരിയിട്ടിട്ട് റിക്ലൈനർ ഫിക്സ് ചെയ്ത് വന്നു. അപ്പോൾ അത് ടോട്ടലി എനിക്ക് കൺഫ്യൂഷനായി. ഇത് ഞാൻ വച്ചപ്പോൾ തിരിഞ്ഞു പോയി. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചാൽ മതി. ഇത് വയ്ക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഇനി ഇതൊന്ന് നോക്കാം. എന്തായാലും ഇരിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്.
ഫുള്ള് ഓപ്പണായിട്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ അങ്ങ് പോവാം. എൻ്റെ ചെവിയിൽ നോക്കട്ടെ ഒരു മിനിറ്റ്. ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടിട്ട് എൻ്റെ ക്യാമറ, കാരണം ഇത് 360 ഡിഗ്രി വരെ ഇത് ചരിക്കാൻ പറ്റും. ഉണ്ടോ? ഇങ്ങനെ അങ്ങ് ഇപ്പോൾ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് പോയിട്ട് അങ്ങ് കിടക്കാം. ഞാൻ അത്രയും ഡൗൺ ആക്കിയാണ് ഞാൻ കാണിച്ചത്. ഇനിയും ഡൗൺ ആവാം, ഇനിയും ഡൗൺ ആക്കാം, ഇനിയും ഡൗൺ ആക്കി ഒരു കിടക്കുന്ന ഒരു ലെവലിലേക്ക് കാല് റിക്ലൈനറിലും വെച്ച് ഈ ഒരു ലെവലിൽ ഇങ്ങനെ അങ്ങ് കിടക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല സംഭവം. എനിക്ക് റെസ്റ്റ് എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, സൊമാറ്റോ ഒക്കെ ഓടുന്നവർക്ക് പറ്റിയൊരു സാധനമാണ്. സൊമാറ്റോ ഒക്കെ ഓടിയിട്ട് വന്നിട്ട് കുറച്ച് സമയം മൊബൈലൊക്കെ കുത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇതിൽ വെച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാം. പക്ഷേ ഒരു കാര്യം, നമ്മൾ നോർമലി ബെഡിൽ കിടക്കുകയാണെങ്കിൽ ഉറങ്ങുകയാണെങ്കിൽ മൊബൈൽ നേരെ മൂക്കിലായിരിക്കും വീഴുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇതിൽ ഇങ്ങനെ അങ്ങ് കിടന്നാൽ മതി. ഇപ്പോൾ കട്ടിലില്ലെങ്കിലും, കാരണം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് റിക്ലൈനർ ഉള്ളതുകൊണ്ടാണ് കാല് നേരെ അങ്ങ് വയ്ക്കാൻ പറ്റുന്നത്. ഇവിടെ തലയുടെ അവിടെ ഒരു സപ്പോർട്ടും ഇവിടെ ബാക്കിൽ കുറുക്കിൻ്റെ അവിടെ, അതായത് കുറുക്കല്ല, നമ്മുടെ കറക്റ്റ് ബട്ടക്സിൻ്റെ അവിടെ ഒരു സപ്പോർട്ടും ഉണ്ട്. എന്തായാലും ഒന്ന് എണീക്കാം. എണീക്കുമ്പോൾ സപ്പോർട്ട് കൊടുത്ത് എണീക്കണം. കണ്ടോ? എണീക്കുമ്പോൾ ഒരു പെട്ടെന്നാണ് അത് തിരിച്ച് കയറി വരുന്നത്. സപ്പോർട്ട് കൊടുത്തൊന്ന് എണീക്കാം. ഇത് പതുക്കെ പതുക്കെ, അതായത് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാനിപ്പോൾ ക്യാമറയുടെ പുറത്തൊക്കെയാണ് നിൽക്കുന്നത്. അതിൻ്റെ പകുതി തലയൊക്കെ കാണുന്നുള്ളൂ. കാരണം ഇത് ഇത്രയും വലിയ ഡിഗ്രി ചെയർ ആയതുകൊണ്ട് അങ്ങ് പോവും. അതായത് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്, ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അവിടെ നിന്ന് മാക്സിമം പൊക്കിക്കഴിഞ്ഞാൽ, അതായത് ഏറ്റവും ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടാക്കിയാൽ മാത്രമേ ഇത് ഇങ്ങോട്ട് വരത്തുള്ളൂ. അത് വന്നൊരു സ്റ്റേജ് എത്തുമ്പോൾ അതങ്ങ് സ്റ്റോപ്പ് ആവും. കണ്ടോ? ഇവിടെ ഇപ്പം എനിക്ക് ഇത്രയും വേണ്ട, എന്നുവെച്ചാൽ ഇത് ടൂ മച്ച് ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ കുറച്ച് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ആക്കി റിലീസ് ചെയ്താൽ കുറച്ചങ്ങ് റിലീസാവും. അപ്പോൾ ഇതാണ് ഒരു നോർമൽ മൂവി കാണാനൊക്കെ ഇരിക്കാനുള്ള ഒരു പൊസിഷൻ. റിക്ലൈനറൊക്കെ ഇട്ട് ഒരു മൂവിയൊക്കെ പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് വാച്ച് ചെയ്യാം. സോ എനിവേ, എന്തായാലും നല്ലൊരു ചെയറാണ്. ബാക്കിൽ എനിക്ക് ഈ തലയുടെ അവിടെ സപ്പോർട്ടുണ്ട്. ഇത് രണ്ട് സെപ്പറേറ്റ് ആക്കിയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇതെങ്ങനെ ഉണ്ട്, കൊള്ളാമോ, ദുരന്തമാണോ, എന്താണെന്നൊക്കെ ഞാൻ കുറേ നാൾ കഴിഞ്ഞ് പറയാം. പക്ഷെ എന്തായാലും എനിക്കൊരു എമൗണ്ട്, അതായത് ഒരു 14 രൂപയ്ക്ക് ഇത് ഒരു ഗെയിമിംഗ് ചെയർ എന്ന ലെവലിൽ ഇത് ഇറ്റ്സ് എ നൈസ് വൺ. ഞാൻ വേറെ മറ്റ് കമ്പനികളുടെ നോക്കിയായിരുന്നു. പക്ഷേ ഈ കമ്പനി എനിക്കെന്തോ ഡ്രോഗോ, പ്രത്യേകിച്ച് ഈ കളറും ഈ ഒരു റിക്ലൈനർ സെറ്റപ്പും കൂടെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ നോർമലി റിക്ലൈനർ സെറ്റപ്പ് അങ്ങനെ നോക്കത്തില്ല. ഇങ്ങനെയാണെങ്കിൽ റിക്ലൈനറിൽ കാല് വെച്ചിരിക്കാം, ഇങ്ങനെ ആണെങ്കിൽ കാല് വെച്ചിരിക്കാം. ബലിയിടാനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റേ ചമ്മണം പൊട്ടി ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇരിക്കത്തില്ലേ, ആ ഒരു മെത്തേഡിൽ റിക്ലൈനർ ഉള്ളതുകൊണ്ട് കാലിങ്ങനെ കയറ്റി വെച്ചിട്ടിരിക്കാം. നോർമലി കാലിങ്ങനെ തറയെ വെച്ചിരിക്കേണ്ട. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റായിട്ട് തോന്നിയത്. റിക്ലൈനറാണ് എനിക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഒരു ചെയറിൽ. ബാക്കിയെല്ലാം എൻ്റെ നോർമൽ ചെയറിനെ പോലെ തന്നെയാണ്, പക്ഷെ അത്രയും ഹൈറ്റ് ഇല്ല. ബട്ട് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പിന്നെ ഇത് എളുപ്പം അഴുക്കും പൊടിയൊക്കെ ആയിക്കോളും. ഇത് യൂസ് ചെയ്യുന്നത് എളുപ്പം അഴുക്കും പൊടിയൊക്കെ ആയിക്കോളും. ഞാൻ എണീറ്റിട്ട് വേണം ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഹൈറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് എൻ്റെ ഞാൻ നോക്കിയിട്ടുള്ള വന്നിട്ടുള്ളതിൽ ഏറ്റവും ടോപ്പ് ഹൈറ്റ് ഇത്ര തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ ഹൈറ്റ് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ടോപ്പ് ഹൈറ്റ് അത് തന്നെയാണ് ഈ ഒരു ചെയറിൻ്റെ. എൻ്റെ ഓൾഡ് ചെയർ ഉണ്ടായിരുന്നു നേരത്തെ എൻ്റെ ഇരുന്ന്, അതിൻ്റെ ഇതും തമ്മിലൊരു ഒരു കമ്പാരിസൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഇരുന്ന ഓൾഡ് ചെയർ. ഓൾഡ് ചെയറും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം കാണുമ്പോഴത്തേക്കൊക്കെ മനസ്സിലാവും. കാരണം ഒന്നാമത്തെ കാര്യം സീറ്റും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഈ ഒരു ചെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ചെയറിനേക്കാൾ ഹൈറ്റ് കുറച്ച് കൂടുതൽ കൂട്ടിയിരിക്കാം. ബട്ട് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ കംഫേർട്ട് എനിക്ക് തരുന്നത് ഡ്രോഗോ തന്നെയാണ്. കംഫേർട്ട് എന്നാൽ കുറച്ച് ഹൈറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ സാധാ ചെയർ യൂസ് ചെയ്യാം. കാരണം രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഡ്രോഗോയ്ക്ക് ഒരുപാട് ബോഡിയും കാര്യങ്ങളും ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ഹോൾഡ് ചെയ്യണം. ഞാനും ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത്രയും വെയിറ്റ് അതിന് ഹോൾഡ് ചെയ്യണം. ഇപ്പോൾ ഈ ചെയറിന് വേറെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ നോർമൽ ചെയറിന് ഇവിടെയൊക്കെ പ്ലെയിൻ ആണ്, ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് കൈ വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഡ്രോഗോയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഡ്രോഗോയ്ക്ക് അൺട്രസ്റ്റ് പൊക്കയും താക്കയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സൈഡിലോട്ട് തിരിക്കാം, ഇങ്ങോട്ട് തിരിക്കാം, അങ്ങനെ വയ്ക്കാൻ പറ്റും. കുറച്ചുകൂടെ അഡ്ജസ്റ്റബിൾ ആയ ഹാൻഡ് റെസ്റ്റ് തന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈറ്റിൻ്റെ ലെവലിൽ ഈ ഒരു ഡ്രോഗോയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ
എൻ്റെ അടുത്ത് റേറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10ൽ റേറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു 7.5 കൊടുക്കും. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ല. ഈ ഒരു അസംബ്ലിങ് ഒരിക്കലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ല. ആദ്യമായിട്ട് ഈ ചെയർ കാണുന്ന ഒരാളാണെങ്കിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങി കണക്ക് നിൽക്കുമെന്ന് പറയത്തില്ലേ, ആ ലെവലിൽ നിന്ന് പോകും. കാരണം ഇവർ എല്ലാം ചെയ്ത് വെച്ചിട്ട് ആ സ്ക്രൂ മാത്രം ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ശരി, ഇവർ ഈ മെയിൻ ലിവറൊക്കെ ഊരി വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കുറേ പാട് കേട്ടോ. ആ ലിവർ തിരിച്ചും മറിച്ചും, അതായത് ഈ ഭാഗത്ത് വരുന്ന ലിവർ തന്നെയാണ് വിഷയം. ഈ ലിവർ മാത്രമല്ല, ലിവർ വച്ച് കഴിഞ്ഞിട്ട് ഈ ലിവറിൻ്റെ പുറത്ത് വയ്ക്കുന്നതാണ് ഈ ഒരു 2 പ്ലാസ്റ്റിക് ബോക്സ്. അതും വയ്ക്കാൻ പാട് കേട്ടോ. കാരണം അതും ജസ്റ്റ് ചുമ്മാ നോർമലി തന്നതാണ്. ഈ 2 ബോക്സും തമ്മിൽ, അതായത് ഇതും ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ്. ഈ ഒരു പ്ലാസ്റ്റിക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല. ചെറിയൊരു ഇവിടെ ഒരു ബെൻഡ്, അതായത് ഇതിൽ ഈ ഒരു ലിവർ ഉള്ളതുകൊണ്ട് ചെറിയൊരു ബെൻഡ്. കോമൺ സെൻസിൽ നോക്കണം, ഈ ഒരു പ്ലാസ്റ്റിക് കുറച്ച് കൂടുതൽ വലിപ്പമുണ്ട്, ഈ ഒരു പ്ലാസ്റ്റിക് അത്ര വലിപ്പം ഇല്ല. ഞാൻ തിരിച്ച് ഫിക്സ് ചെയ്തു, അപ്പോഴും വർക്കായി, പക്ഷേ ഒരു ഫിനിഷിങ് ഇല്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ തിരിച്ച് മാറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കുറച്ചുകൂടെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി മീൻസ് ഇവർ തന്നെ ഇതെല്ലാം ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ട് അതിൻ്റെ QR കോഡ് തന്നാൽ മതി. സിമ്പിൾ കാര്യം. അത് വെച്ച് നോക്കി അൺബോക്സ് ചെയ്യും, മൊത്തം അസംബിൾ ചെയ്യുകയും ചെയ്യും. ഇത് അവരത് തരുന്നില്ലല്ലോ. അങ്ങനെ ഒറ്റ ചെയ്താൽ മതി, ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മേടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഇഷ്ടം തോന്നി. പിന്നെ ഞാൻ കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് ഒരു ഗെയിമിംഗ് ചെയർ വേണമെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ മേടിച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച്, ഇല്ലെങ്കിൽ വേണ്ട. ഒരു യൂഷ്വൽ വീഡിയോ ആണെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകാം. ഞാൻ എന്തായാലും ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഈ സാധനം എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ റിവ്യൂവും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണും വരെ ബൈ ബൈ.